കോടതി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, മൗനം, അതൊക്കെ വരുമ്പോൾ അത് അപ്പാടെ അതേപടി ഇന്ന് ഈ വാർത്തയിൽ തന്നെയാണ് ഞങ്ങൾ തുടർന്നത്. താങ്കൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒറ്റ വാർത്തയിൽ തുടരാൻ തീരുമാനിച്ചത് തന്നെ ഇത് പൊതുജനം ചർച്ച ചെയ്യണം. സുജയ, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഇടയ്ക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നടന്നു. കയ്യോടെ പിടികൂടിയ സംഭവങ്ങളുണ്ടായി, സാധനവും വ്യക്തിയും എല്ലാവരും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ഒരു നടപടി ഉണ്ടായി, സെറ്റുകളിലോട്ട് ഇരച്ചു കയറിപ്പോയി അന്വേഷിക്കും, ക്യാരവനകത്തും മറ്റൊന്നും. നമുക്ക് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവരുടെ കൈയും കെട്ടി വെച്ചിട്ട് നമ്മളിപ്പോൾ കയറി നടക്കുന്നൊക്കെ വിചാരിച്ചു. അതെവിടെ പോയി? ആ കേസ് എവിടെ പോയി? ഇന്ന് അതിൽ വളരെ പ്രഗത്ഭരാണ് ഇന്ന് അതിനകത്ത് പലരും. അതുപോലെ തന്നെ അങ്ങനെ ആയി തീരരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. പക്ഷേ പറയൂ, അതേക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ച് വരുന്ന ആളുകൾ മനസ്സിലായി. അതെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇത് ഇവിടെ പുരുഷന്മാർ മാത്രമല്ല, ഇതിനകത്ത് ഞാൻ ആരെയും ആക്ഷേപിക്കില്ല, സ്ത്രീകളും ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, പലതിനും പല കാര്യങ്ങൾക്കും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് പുരുഷന്മാർ മാത്രമല്ല ഇതിനകത്ത് വേട്ടക്കാർ, അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വല്ലാത്തൊരവസ്ഥയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നാളെ നമ്മളെയൊക്കെ എനിക്കൊന്നും നഷ്ടപ്പെടാനുള്ള വ്യക്തിയല്ല, പക്ഷെ എങ്കിൽ പോലും ഇതിന് അതിശക്തമായ നടപടികൾ എടുത്തിരിക്കണം. അതാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം സർക്കാരിന് ഇന്നത് കഴിയും. പക്ഷേ സർക്കാരിനത് കഴിയും. എന്നാലും ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെ വരെ ഇപ്പോൾ ഒരു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ഒരു സിനിമയുടെ, മലയാള സിനിമയുടെ ചിത്രീകരണത്തിനായി അവരെ വിളിച്ചു വരുത്തുന്നു. അതിനിടയിൽ അവരുടെ കയ്യിൽ തഴുകുന്ന രഞ്ജിത്തിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ വെളിപ്പെട്ടിരിക്കുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ പേരാണ്. ആരെയാണ് സംരക്ഷിക്കുന്നത്? ആർക്കൊപ്പമാണ് സർക്കാർ? വേട്ടക്കാർക്കൊപ്പമാണോ എന്ന ചോദ്യത്തിന്റെ പേര് പുറത്തു വന്നു കഴിഞ്ഞു. പറയുന്നില്ല, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ എടുക്കുന്നില്ലെന്നു. പക്ഷെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളതല്ല, എല്ലാ മേഖലയിലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഇവിടെ എല്ലായിടത്തും ലോബികളുണ്ട്. ഇന്ന് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം നടപടി എടുക്കേണ്ട ആളും എല്ലാവരും ഈ ഗ്രൂപ്പിനകത്ത് തന്നെയാണ്. പലരും അവസരങ്ങൾ ചോദിച്ചു വരുന്നു. അതിൽ പോലീസുകാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എല്ലാ മേഖലകളിൽ നിന്നും വരികയാണ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? സാധ്യത, ചാൻസ് ചോദിച്ചു വരുമ്പോൾ ഇവിടെ പലതും നടക്കുമ്പോൾ ഇവരോട് പറയും, ഇവരതിന് സഹായം ചെയ്തു കൊടുക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വരികയാണ്. ഇതൊരു വല്ലാത്തൊരു നെറ്റ്വർക്കായി വരികയാണ്. ഇത് എല്ലാം ഉണ്ടെന്നല്ല, ഇതങ്ങനെ അത് അങ്ങനെ തന്നെ പറയേണ്ടത്. പിന്നെ എല്ലാ സെറ്റിലും അങ്ങനെയാണ്, എല്ലാ സിനിമാ സെറ്റിലും ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ചൂഷണം നടക്കുന്നുണ്ട്. വളരെ മൃഗീയമായ പല വിഷയങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. താങ്കൾക്ക് കുറച്ചുകൂടി സ്പെസിഫിക്കായി സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. കാരണം താങ്കൾ വർഷങ്ങളായി ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള, അതായത് ഇപ്പോൾ പല പുരുഷന്മാരും, അതായത് താരങ്ങൾ തന്നെ വന്ന്, അല്ലെങ്കിൽ സംവിധായകർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അവർക്ക് ചില ആളുകളുടെ നേരെ വിരൽ ചൂണ്ടിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചിലർക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ അവർക്കും തഴയപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിലകൻ ചേട്ടൻ്റെ ഉദാഹരണമൊന്നും ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അതൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ മാഫിയയെക്കുറിച്ച് തന്നെയാണ് ഹേമ കമ്മിറ്റി കുറച്ചുകൂടി പോളിഷ്ഡായി പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അന്നേ ഉണ്ടായിരുന്ന അതേ ആളുകൾ തന്നെയൊക്കെയാണല്ലോ ഇന്നും ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ, ഇതിനകത്ത് അനുഭവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു സീരിയൽ മേഖലയിൽ നടന്ന സംഭവമാണ്. ഇതെല്ലാം അപ്പുറം ഇപ്പുറമാണ്, വലിയ സ്ക്രീനും ചെറിയ സ്ക്രീനും ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് നമ്മൾ വല്ലാതെ പെട്ടുപോകുന്ന അവസ്ഥകൾ വരും. എന്നെ പൊതുവെ പ്രശ്നകുമാർ എന്ന് വിളിക്കുമായിരുന്നു, കളിയാക്കി പലരും. കാരണം സർവത്ര പ്രശ്നങ്ങളിലും കയറി ഇടപെടുമായിരുന്നു. പകുതിയും എൻ്റേതല്ലാത്ത കാര്യങ്ങളായിരുന്നു. അന്നൊരു വളരെ വലിയ ഇതിൻ്റെ അവരുടെ ചാനലിൽ ഒരു സീരിയൽ ഷൂട്ട് നടക്കുന്നു. ഷൂട്ട് ഏകദേശം 9 മണിക്ക് കൊണ്ട് കഴിയുന്നു. നമ്മൾ വരുന്നു, ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങുന്നു. അപാരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാനും സംവിധാനം, എഴുത്തുകാരനും മുകളിലത്തെ നിലയിൽ, താഴെ എക്സിക്യൂട്ടീവ് വേറെ ആരൊക്കെ ഉണ്ട്. രാത്രി ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഈ മഴ പെയ്യുന്നതിനിടയിൽ തന്നെ സ്ത്രീ ശബ്ദം കേൾക്കുന്നു, എന്തോ തർക്കം നടക്കുന്നു. അപ്പം നമ്മുടെ ഉറക്കം പോകുന്നു. നമ്മൾ താഴെ ചെല്ലുമ്പോൾ അതിനകത്തെ പ്രധാന നടിയും കൂടെ ഉള്ളൊരു പെൺകുട്ടി, ഒരു സഹായിയും, അവരവിടെ നിന്ന് ഒരാളുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവം എന്താണ്? ഈ കുട്ടിക്ക് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് രാത്രിയിലത്തെ കണ്ണൂർ എക്സ്പ്രസ്സിൽ 12:30 കൊണ്ട് ട്രെയിനിൽ പോകണം. മഴയത്ത് പോകാൻ വാഹനം കൊടുക്കുന്നില്ല, ഈ കുട്ടിയുടെ പൈസ കൊടുക്കുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല. ഇത് 3 റൂമിൽ വേണേൽ വന്ന് വാങ്ങിച്ചോളാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ തർക്കമാണ് നടക്കുന്നത്. റൂമിൽ വരില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ ഇടപെട്ടപ്പോൾ ചേട്ടാ ഇതിനകത്ത് ഇടപെടണ്ട. ഞാൻ പറഞ്ഞു ഇടപെടും, കാരണം ഞാനും കൂടി താമസിക്കുന്നതാണ്, എനിക്ക് വീട്ടിൽ പെൺമക്കളുള്ളതാണ്, ഇടപെട്ടില്ലേ ഞാൻ നിങ്ങൾ കൊടുത്തില്ലേ, പോലീസ് വിളിക്കുന്നു. അവസാനം എന്ത് പറ്റി? പൈസ കൊടുത്ത് ഈ കുട്ടി വിടുന്നു. വിട്ട് കഴിഞ്ഞപ്പോൾ ആ തർക്കത്തിൽ ഞാനും അവരും തമ്മിൽ വലിയൊരു വഴക്കായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സീരിയലിലെ നായകനായിരുന്നു എന്നെ ആ സീരിയലിൽ നിന്ന് മാറ്റുന്നു.
എനിക്ക് വിഷമമില്ല, ഞാൻ വീട്ടിൽ പോയി. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ അറിയുന്ന കാര്യം എന്തുവാ, ഈ വഴക്ക് കൂടിയവരങ്ങ് ഒന്നായി. ഈ നായികയും ഈ നടിയും ഈ അവരും തമ്മിൽ ഒന്നായി, പുതിയൊരു നായകൻ വരുന്നു, ഈ സീരിയൽ സ്മൂത്തായിട്ട് പോകുന്നു. ഇങ്ങനെയും സംഭവമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടപെട്ട് പലരും സഹായിക്കണമെന്നുണ്ട്. പക്ഷെ സഹായിച്ച ആൾ പുറത്തായി. പക്ഷെ എൻ്റെ നല്ല സമയം കൊണ്ട് എനിക്കെതിരെ അന്നൊരു ആരോപണം വരാതിരുന്നു, അല്ലെങ്കിൽ ഒരു കഥയും കൂടി വന്നേനെ. ഓക്കെ, വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ, ഇത്രയും തുറന്ന് സംസാരിച്ചതിന്. ഇക്കാര്യത്തിൽ അവസാനമായി നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് കോഗ്നിസിബിൾ ഒഫൻസ് ആണെന്ന് വായിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു കണ്ണി സർക്കാരിനകത്തുമുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഒന്നിലധികം കാണുമല്ലോ. അതുകൂടി പറയാമെന്ന് തോന്നുന്നു. അല്ല, തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, ഇന്ന് സിനിമയിലെ പലരും, ഇപ്പം ഞാൻ ഉൾപ്പെടെ സിനിമയിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാനും രാഷ്ട്രീയത്തിനകത്തുണ്ട്, അപ്പുറത്തുമുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പലരെയും സംരക്ഷിക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറയാൻ കാര്യം. ഇതിനകത്ത് ദയവ് ചെയ്ത് രാഷ്ട്രീയം നോക്കാതിരിക്കുക, മതം മറ്റു കാര്യങ്ങൾ നോക്കാതിരിക്കുക. അതിശക്തമായ നടപടിയെടുക്കാൻ കേൾപ്പുള്ളൊരു സർക്കാരാണ്. പക്ഷെ അപ്പോഴും ഒരിതുണ്ട്, കോടതിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്, സർക്കാരിലും അല്പമുണ്ട്. ആ അല്പവിശ്വാസം കളയാതിരിക്കുക, നടപടിയെടുക്കുക. നടപടിയെടുത്താൽ അത് സർക്കാരിന് ഗുണമാവും. പൊതുവെ സിനിമാ രംഗത്തിനും പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു സംശയത്തിനെ മാറ്റിക്കൊടുത്ത് ഈ രംഗത്തെ ക്ലിയറാക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുകയാണ് ഇവരൊക്കെ നടപടി എടുക്കുന്ന ഉടനെയെങ്കിലും. വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ പ്രതികരിച്ചതിന്. നമ്മുടെ ലൈവത്തോൺ തുടരുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്.